ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി പാർട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ക്ലാസ് ആണ്. അത് നിങ്ങൾ മൊത്തമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം. LDC 2024 20 മാർക്ക് വരുന്ന കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് 18 മാർക്കോളം വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ഓരോ ക്ലാസ്സും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടുന്നതിനായിട്ട് നേരെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. ഓരോ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും അതിൻ്റെ പുറകിലുള്ള ചരിത്രവും റിലേറ്റഡ് ഫാക്റ്റ് കൂടി പഠിച്ച് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും അതിൻ്റെ ബാക്കിലുള്ള ഒരു ഹിസ്റ്ററിയും റിലേറ്റഡ് ഫാക്റ്റ് കൂടി പഠിച്ചു പോകുന്നത്. അപ്പോൾ 14 ജില്ലകളുടെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്ലാസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നമ്മുടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. 18 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നത് എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2021 മുതൽ 24 വരെ PSC എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വിയോഗങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ ലോകം, അതേപോലെ തന്നെ ദേശീയം, കേരളം. ഓക്കെ, ഈ 3 ഭാഗത്തിൽ നിന്നുമാണ് നമ്മൾ വിയോഗങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് കാർത്യായനി അമ്മയെക്കുറിച്ചാണ്. പത്രങ്ങളിൽ അത്രത്തോളം പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു സമയത്ത് അക്ഷരലക്ഷം പരീക്ഷയിലെ റാങ്ക് ജേതാവ്. അതാണ് കാർത്യായനി അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്ഷരലക്ഷം പരീക്ഷയിലെ റാങ്ക് ജേതാവായ കാർത്യായനി അമ്മ. എന്തായിരുന്നു മക്കളെ അക്ഷരലക്ഷം പദ്ധതി എന്ന് പറഞ്ഞാൽ? അക്ഷരം മറന്നുപോയവരെയും അക്ഷരം അറിയാത്തവരെയും അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി സാക്ഷരതാ മിഷനാണ് അക്ഷരലക്ഷം പദ്ധതി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് എന്താണ് അക്ഷരം അറിയില്ല, അല്ലെങ്കിൽ അക്ഷരം ഒന്നും വായിക്കാനോ അതേപോലെ തന്നെ ഒന്നും എഴുതാനും അറിയില്ലാത്ത ആളുകൾക്ക് അവർക്ക് എന്താണ് സാക്ഷരതാ മിഷൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു അക്ഷരലക്ഷം പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ റാങ്ക് ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അതാണ് ഈ ചിത്രത്തിൽ കാണുന്ന അമ്മ, കാർത്യായനി അമ്മ. ഓക്കെ, ഇനി രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സാക്ഷരതാ പഠിതാവ് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? കാർത്യായനി അമ്മയാണ്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. 2019 നാരി ശക്തി പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്നവയിൽ ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കാർത്യായനി അമ്മയ്ക്കാണ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്തു. അപ്പോൾ കോമൺവെൽത്തിന്റെ എന്താണ് കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർത്യായനി അമ്മയാണ്. അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയിൽ കാർത്യായനി അമ്മയുടെ ശില്പമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്ഷരലക്ഷം പദ്ധതിയിലെ റാങ്ക് ജേതാവാണ് ആര്? കാർത്യായനി അമ്മ. രണ്ടാമത്തെ പോയിന്റ് ആണ് രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സാക്ഷരതാ പഠിതാവ്. മൂന്നാമത്തെ പോയിന്റ് 2019 നാരി ശക്തി പുരസ്കാരം ലഭിച്ചു. നാലാമത്തെ പോയിന്റ് കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ആണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയിൽ കാർത്യായനി അമ്മയുടെ ശില്പമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാർത്യായനി അമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വച്ചേക്കണം. ഓക്കെ, നമുക്ക് അടുത്ത വിയോഗത്തിലേക്ക് പോകാം. അടുത്തത് NK ദേശമാണ്. സാഹിത്യകാരനായിട്ടുള്ള NK ദേശം. നമുക്കറിയാം യഥാർത്ഥ പേര് N കുട്ടിക്കൃഷ്ണപിള്ള എന്നതാണ്. NK ദേശത്തിന്റെ യഥാർത്ഥ പേരാണ് N കുട്ടിക്കൃഷ്ണപിള്ള. ആദ്യ കവിതാ സമാഹാരമായിരുന്നു അന്തിമലരി. അന്തിമലരി എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ആരുടെ കവിതാ സമാഹാരമാണ് എന്ന് PSC ചോദിക്കാം. അതാണ് ആര്? NK ദേശം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഓർത്തു വച്ചോ. എന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള എന്നതാണ് NK ദേശത്തിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്. പ്രധാന രചനകളാണ് കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, 51 അക്ഷരാളി, എലിമീശ, കാവ്യകേളി, മുദ്ര, മഴത്തുള്ളികൾ.
ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അതാണ് ആര്? NK ദേശം എന്ന് പറയുന്നത്. ഈ വിവർത്തനത്തിനാണ് 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തർജിമയ്ക്കുള്ളത് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി തർജിമ പുരസ്കാരം ലഭിച്ചത് NK ദേശത്തിനാണ്. എന്താണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ടാഗോറിന്റെ ഗീതാഞ്ജലി ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തർജിമ പുരസ്കാരം ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2009 അദ്ദേഹത്തിന്റെ കവിത മുദ്രയ്ക്ക് കിട്ടി. അതേപോലെ തന്നെ പ്രഥമ ഇടശ്ശേരി അവാർഡ് 1982 കിട്ടി. അത് ഏത് കൃതിക്കായിരുന്നു എന്ന് ചോദിച്ചാൽ ഉല്ലേഖം എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? പ്രഥമ ഇടശ്ശേരി അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വച്ചോ. NK ദേശം എന്ന് പറയുന്ന സാഹിത്യകാരൻ, യഥാർത്ഥ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. ആദ്യ കവിതാ സമാഹാരമാണ് അന്തിമലരി എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുരസ്കാരം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി തർജിമ പുരസ്കാരം. കിട്ടിയത് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തതിനോടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി. കവിത മുദ്ര എന്ന് പറയുന്ന കവിതയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അതേപോലെ പ്രഥമ ഇടശ്ശേരി അവാർഡ് അത് കിട്ടിയത് ഉല്ലേഖം എന്ന് പറയുന്ന കൃതിക്കാണ്. ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒത്തിരിയധികം നല്ല സിനിമകളുടെ ഉടമയാണ് ഈ പറയുന്ന ആളെന്ന് പറയുന്നത്. കാരണം സിനിമ സംവിധായകനാണ് KG ജോർജ്. മലയാള ചലച്ചിത്ര സംവിധായകനായ KG ജോർജ്. JC ഡാനിയൽ പുരസ്കാരം കിട്ടിയതോടുകൂടിയാണ് അത്രത്തോളം PSCക്ക് ഈ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. 2015 JC ഡാനിയൽ പുരസ്കാര ജേതാവായിരുന്നു ആരെന്ന് പറയുന്നത്? KG ജോർജ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ 2015 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്? KG ജോർജ്. അവസാനമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇലവങ്കോട് ദേശം. അദ്ദേഹത്തിന്റെ ആത്മകഥ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം, നല്ലൊരു ചോദ്യമാണ്. ആത്മകഥ ഫ്ലാഷ് ബാക്ക് ആണ് എൻ്റെ സിനിമയുടെയും. ഓക്കെ, ആത്മകഥ എന്താന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ഉൾക്കടൽ, മേള, യവനിക, പഞ്ചവടിപ്പാലം, രേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ആദമിന്റെ വാരിയല്, ഇരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് KG ജോർജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2015 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ KG ജോർജ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഉൾക്കടല്, മേള, യവനിക, പഞ്ചവടിപ്പാലം, രേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ആദമിന്റെ വാരിയല്, ഇരകൾ. ചോദിക്കാം ചിലപ്പോൾ. ഓക്കെ, ഇനി മറ്റൊരു വ്യക്തിയാണ്, നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജസ്റ്റിസ് ഫാത്തിമ ബീവി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. അതാണ് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? അതായത് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 1997 2001 കാലയളവിലെ തമിഴ്നാട് ഗവർണർ ആയിരുന്നു. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കാണ്. ഒന്ന് ഓർത്തു വെച്ചോ. 1-2 പോയിന്റ് ഉള്ളൂ. ഒന്ന് പഠിച്ചു വെച്ചേർന്നാൽ ചിലപ്പോൾ എങ്ങാനും റാങ്ക് മേക്കിംഗ് ആയിട്ട് കയറി പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവിക്കാണ്. അതേപോലെ എന്താണ്? 1997 2001 കാലയളവിലെ തമിഴ്നാട് ഗവർണറും ആര് തന്നെയായിരുന്നു? ഫാത്തിമ ബീവിയാണ്. ഓക്കെ, ഇനി നമുക്ക് ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. P വത്സല. മലയാള സാഹിത്യകാരിയാണ്. ശരിക്കും വിശേഷിപ്പിക്കുന്നത് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് P വത്സല എന്ന് പറയുന്നത്. അപ്പോൾ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് P വത്സല. എഴുത്തച്ഛൻ പുരസ്കാരം P വത്സലയ്ക്ക് ലഭിച്ചത് 2021 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1976 നോവൽ നിഴലിറങ്ങുന്ന വഴികൾ പത്മപ്രഭ അവാർഡ് ലഭിച്ചു. പത്മപ്രഭ അവാർഡ് നിഴലിറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചത്. സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് 2004 കൃതി പുലിക്കുട്ടൻ എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2019 അതേപോലെ തന്നെ 11 കാലയളവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു. പ്രധാന രചനകളാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നതാണ്. താഴെ പറയുന്നവയിൽ നെല്ല് എന്ന് പറയുന്നത് ആരുടെ രചനയാണ് എന്ന് ചോദിക്കാറുണ്ട്. നെല്ലാരുടെ? P വത്സല. തകർച്ച.
നിഴലുറങ്ങുന്ന വഴികൾ, അരക്കില്ലം, കനൽ, പാളയം, കൂമൻ കൊല്ലി, ആരും മരിക്കുന്നില്ല, ചാവേർ, റോസ്മേരിയുടെ ആകാശങ്ങൾ, വിലാപം, ആദ്യജലം, മേൽപ്പാലം, ഗായത്രി, ഉണ്ണിക്കോരൻ, വേറിട്ട ഒരു അമേരിക്ക. അത് യാത്രാ വിവരണമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ, കൃതികൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പി വത്സലയുടേതാണ്. ഏറ്റവും കൂടുതൽ മക്കളെ PSC ചോദിച്ചേക്കണത് നെല്ല് താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണ് എന്നാണ്. അതാരുടെയാണ്? പി വത്സലയുടെ കൃതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. വക്കം പുരുഷോത്തമൻ നമുക്കറിയാം, മുൻ സ്പീക്കർ, ഗവർണർ, ലോകസഭാ അംഗം ആണ് വക്കം പുരുഷോത്തമൻ. 5 തവണ നിയമസഭ അംഗമായിരുന്നു. 5 തവണ നിയമസഭ അംഗമായിരുന്നു ആര്? വക്കം പുരുഷോത്തമൻ. പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങലാണ്. പ്രതിനിധീകരിച്ച മണ്ഡലം ആറ്റിങ്ങലാണ്. 3 തവണ മന്ത്രിയായി. ഓക്കെ, 3 തവണ മന്ത്രിയായി ആര്? വക്കം പുരുഷോത്തമൻ. 1971-77 കാലയളവിൽ അച്യുതമേനോൻ മന്ത്രിസഭയിൽ കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വക്കം പുരുഷോത്തമനാണ്. 1971-77 കാലയളവിൽ അച്യുതമേനോൻ മന്ത്രിസഭയിലെ കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു വക്കം പുരുഷോത്തമൻ. 1980-81 കാലയളവിൽ EK നായനാർ മന്ത്രിസഭയിൽ ആരോഗ്യം ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തതും വക്കം പുരുഷോത്തമൻ തന്നെയാണ്. 2004-2006 കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യം, എക്സൈസ്, ലോട്ടറി വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി. ഇതാണ് PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭയിൽ 2 തവണ സ്പീക്കറായിട്ടുണ്ട് ആര്? വക്കം പുരുഷോത്തമൻ. 1993-96 കാലയളവിൽ ആൻഡമാനിൽ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. 2011-2014 കാലയളവിൽ മിസോറാം ഗവർണറും ആര് തന്നെയായിരുന്നു? വക്കം പുരുഷോത്തമൻ. അപ്പോൾ ഈ ഒരു പേര് ഓർത്തു വച്ചോ, 1 മാർക്കാണ്. ഏറ്റവും കൂടുതൽ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വിയോഗങ്ങളിലെ ഒരു വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഓടിച്ചൊന്നുകൂടി പറയാം. ഒന്നാമത്തത് വക്കം പുരുഷോത്തമൻ മുൻ മന്ത്രി, സ്പീക്കർ, ഗവർണർ, ലോക്സഭാ അംഗം, 5 തവണ നിയമസഭാ അംഗമായി. പ്രതിനിധീകരിച്ചത് ആറ്റിങ്ങലാണ്. 3 തവണ മന്ത്രിയായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? വക്കം പുരുഷോത്തമനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഉമ്മൻചാണ്ടി. കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1943-2023 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം. 5 പതിറ്റാണ്ടുകളായി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചു വന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 5 പതിറ്റാണ്ടുകളായി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചു വന്ന ഏക വ്യക്തി ആണ് ആരെന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി, നമ്മുടെ എന്താണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, 12 തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1970, 77, 80, 82, 87, 91, 96, 2001, 2006, 2011, 2016, 2021 എന്നീ വർഷങ്ങളിൽ 12 തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. 1977 കെ കരുണാകരന്റെ മന്ത്രിസഭയിലും 1978 AK ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1982 കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതല വഹിച്ചു. 1981, 82, 1996-98 കാലത്ത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ഉമ്മൻചാണ്ടി തന്നെ. 2004, 2006, അതേപോലെ തന്നെ 2011, അതേപോലെ തന്നെ 2006 എന്നീ കേരളത്തിൽ 21ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതല വഹിച്ചു. അപ്പോൾ 2004, 2006 19ാം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ചുമതല വഹിച്ചു. അതേപോലെ 2006-2011 കേരളത്തിലെ 21ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ചുമതല വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? നമ്മളെ ശ്രീ ഉമ്മൻചാണ്ടി ആണ്. ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതേപോലെ തന്നെ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാന്ന് ചോദിച്ചാൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്?
ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി തന്നെയാണ്. 2006 ദാവോസിൽ വെച്ചാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ഏക മലയാളി എന്ന വിശേഷണം ആർക്ക് ലഭിച്ചത്? നമുക്ക് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചത്. ഓക്കെ, ഇനി 2006 2011 കാലയളവിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2006 2011 കാലയളവിൽ എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം, അതായത് എന്താണ് മികച്ച പൊതുപ്രവർത്തനത്തിലുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അതേപോലെ തന്നെ പദ്ധതിയും ഒക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയുന്ന മറ്റൊരു വ്യക്തിയും നമ്മുടെ ആര് തന്നെയാണ്? ഉമ്മൻചാണ്ടി തന്നെയാണ്. അപ്പോൾ പൊതുസേവനത്തിലെ അഴിമതി തടയുന്നതിനും ചെറുക്കുന്നതിനും എന്ന വിഭാഗത്തിന് ഏഷ്യയിൽ പസഫിക് സർവീസ് അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിക്കാണ്. അപ്പോൾ പൊതുസേവനത്തിൽ അഴിമതി തടയുന്നതിനും ചെറുക്കുന്നതിനും എന്ന വിഭാഗത്തിന് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നുള്ള 2013 യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. പൊതുസേവനത്തിലെ അഴിമതി തടയാൻ. ഓക്കെ, ഇനി ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ടച്ചിങ് ദ സോള്. അപ്പോ താഴെ പറയുന്നവയിൽ ടച്ചിങ് ദ സോള് എന്നറിയപ്പെടുന്നത് ആരുടെയാണ് ഡോക്യുമെന്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഡോക്യുമെന്ററിയുടെ പേരാണ് ടച്ചിങ് ദ സോൾ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. ഓക്കെ, അപ്പോൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. ആത്മകഥയാണ് കാലം സാക്ഷി. ഓക്കെ, ആത്മകഥ കാലം സാക്ഷി. പ്രധാന കൃതികളാണ് ഏതൊക്കെ? ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, മറുപടി കിട്ടാത്ത കത്തുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. തുറന്നിട്ട വാതിൽ എന്ന് പറയുന്നത് ആരുടെ ജീവചരിത്രമാണ്? ഉമ്മൻചാണ്ടിയുടെയാണ്. ആരാണ് എഴുതിയത്? PT ചാക്കോ. ആത്മകഥ ഈ റീസെന്റ് വന്നതാണ് കാലം സാക്ഷി എന്ന് പറയുന്നത്. ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയുടെയാണ്. പ്രധാന കൃതികളാണ് ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, മറുപടി കിട്ടാത്ത കത്തുകൾ. ഇത്രയൊന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറയാം. ഉമ്മൻചാണ്ടി 5 പതിറ്റാണ്ടുകളായി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. AK കരുണാകരന്റെ മന്ത്രിസഭയിൽ AK ആന്റണിയുടെ മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. അതേപോലെ തന്നെ എന്താണ്? 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രി. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ എന്താണ്? രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. 2006 2011 കാലയളവിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ എന്ന് പറയുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ഡോക്യുമെന്ററി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്ത്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. ആത്മകഥയാണെങ്കിൽ കാലം സാക്ഷി. പ്രധാന കൃതികളായിരുന്നു ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, മറുപടി കിട്ടാത്ത കത്തുകൾ. ഓർത്തു വച്ചോ, 1 മാർക്കാണ്. ഓക്കെ, അടുത്തത് ഇന്നസെന്റ്. മലയാള ഹാസ്യ നടനും മുൻ MP-യുമായി ഇരുന്ന വ്യക്തിയാണ് ഇന്നസെന്റ്. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ഹാസ്യ നടനും മുൻ MP-യുമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ഇന്നസെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അത്രത്തോളം പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മലയാള സിനിമയുടെ തന്നെ ഏറ്റവും കൂടുതൽ ചിരികൾ എന്താണ് ആളുകളിലേക്ക് എന്താണ് സമ്മാനിച്ച ഒരു വ്യക്തി എന്ന് പറയാം നമുക്ക് ഇന്നസെന്റിനെ. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒട്ടനവധി സിനിമകളാണ് ഇന്നസെന്റിന്റെ ഇപ്പോഴും നമ്മൾ കണ്ട് ചിരിക്കുന്നത്. കാരണം അത്രത്തോളം എന്താണ് മലയാളികളെ ചിരിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ആരെന്ന് പറയുന്നത് ഇന്നസെന്റ്. ആദ്യ സിനിമയായിരുന്നു നൃത്തശാല. നൃത്തശാലയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. 1972 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1989 ചിത്രം മഴവിൽ കാവടി. താരസംഘടനയായിട്ടുള്ള അമ്മയുടെ മുൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? നമ്മുടെ ഇന്നസെന്റ്. ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. ഓക്കെ, അപ്പോൾ ചിരിച്ച് മലയാളികളെ അത്രത്തോളം ചിരിപ്പിച്ച ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. ഓർത്തു വച്ചോ. മറ്റു പ്രധാന കൃതികളാണ് ക്യാൻസർ വാർഡിലെ ചിരി, അതേപോലെ തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും, മഴക്കണ്ണാടി, ഞാൻ ഇന്നസെന്റ്,
കാലന്റെ ഡൽഹി യാത്ര, അന്തിക്കാട് വഴി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ആത്മകഥ, ചിരിക്കു പിന്നിലും, അതേപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരുടെയാണ്? ഇന്നസെന്റിന്റെ കൃതിയാണ്. ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ ചിരിക്കു പിന്നിൽ. ഓർത്തിരുന്ന ഒരു മാർക്കാണ്. അടുത്തൊരു വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അതായത് വരയുടെ പരമശിവൻ എന്ന് VKN ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വിശേഷിപ്പിച്ചു. ഓക്കെ, അപ്പോൾ വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് പറയുന്നത്. ഓക്കെ, യഥാർത്ഥ പേര് KM വാസുദേവൻ നമ്പൂതിരി. ആത്മകഥ PSC ചോദിച്ചു. ആത്മകഥ അദ്ദേഹത്തിന്റെ ഏതാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകൾ. ഓക്കെ, അപ്പൊ രേഖകളാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. രേഖകൾ ഓർത്തു വച്ചോ മക്കളെ, കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ആരുടെ ആത്മകഥയാണ് രേഖകൾ എന്ന് പറയുന്നത്? ആരുടെയാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരി, പ്രമുഖ ചിത്രകാരൻ. കൊല്ലം ദിവാകരൻ സ്മാരകത്തിൽ സിമന്റിൽ ചെയ്ത റിലീഫ് ശില്പം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഓർത്തു വച്ചോ, ആരുടെയാണ്? നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആണ്. കൊല്ലം ദിവാകരൻ സ്മാരകത്തില് എന്ത് ചെയ്തു? സിമന്റിൽ ചെയ്ത റിലീഫ് ശില്പം. ചിലപ്പോ ശില്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കേറി കാനായി കുഞ്ഞിരാമനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓപ്ഷനിൽ മിക്കപ്പോഴും ആ ഒരു പേരുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ചാടിക്കേറി ആക്രാന്തം മൂത്ത് അതിൽ പോയി നമ്മൾ അടിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മളെല്ലാം എവിടെയൊക്കെയോ കേട്ടതായിരിക്കും, ആകെ പുകമയം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് പറയുമ്പോൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട് കൂടി നമ്മൾ പഠിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് അടിച്ചേക്കുക. അതേപോലെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, തിരുവനന്തപുരം ലാറ്റക്സ് ഭവനിൽ അമ്മയും കുഞ്ഞും ശില്പം. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ലാറ്റക്സ് ഭവനിൽ അമ്മയും കുഞ്ഞും ശില്പം. എറണാകുളം ഹൈക്കോടതിയിൽ തടിയിൽ ചെയ്ത നീതി എന്ന് പറയുന്ന ശില്പം. ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാ? ഇതെല്ലാം നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെയാണ്. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെയാണ്. വരയുടെ പരമശിവൻ, വരയുടെ പരമശിവൻ. കലാമണ്ഡലം ദേവകി. നമുക്കറിയാം PSC ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ കലാമണ്ഡലം ദേവകി താഴെ പറയുന്നവയിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ പഠിച്ചു വെച്ചോ, കലാമണ്ഡലം ദേവകിയാണ്. ഓട്ടൻതുള്ളൽ കലാകാരിയാണ് കലാമണ്ഡലം ദേവകി. ഓട്ടൻതുള്ളൽ, അപ്പോ ദേവകി ഓടി എന്ന് ഓർത്താൽ മതി. അപ്പോ ഓട്ടൻതുള്ളൽ കലാകാരിയാണ് ദേവകി. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം 1997 ലഭിക്കുന്നത്. കുഞ്ചൻ സ്മാരക പുരസ്കാരം 1999 ലഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ പ്രൊഫഷണൽ ഓട്ടൻതുള്ളൽ കലാകാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ കലാമണ്ഡലം ദേവകിയാണ്. അപ്പോൾ ഓട്ടൻതുള്ളൽ കലാകാരിയാണ് കലാമണ്ഡലം ദേവകി. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം 97, കുഞ്ചൻ സ്മാരക പുരസ്കാരം 1999. കേരളത്തിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഓട്ടൻതുള്ളൽ കലാകാരിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന കലാമണ്ഡലം ദേവകി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് കുഞ്ചൻ ദിനം എന്നാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ കുഞ്ചൻ ദിനം എന്നാന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ എപ്പോഴോ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പോയേക്കുന്നതാണ് കുഞ്ചൻ ദിനം എന്നാന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക? താഴെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. കുഞ്ചൻ ദിനം എന്നാണ്. അങ്ങനെയാണെങ്കിൽ തുഞ്ചൻ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 31. അപ്പോൾ കുഞ്ചൻ ദിനം എന്താന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. തുഞ്ചൻ ദിനം ഡിസംബർ 31. ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. ഓക്കെ, അപ്പൊ രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. കുഞ്ചൻ ദിനം എന്നാണ്, തുഞ്ചൻ ദിനം എന്നാണ്. അപ്പോൾ കുഞ്ചൻ ദിനം എന്നാന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കേരള കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളലിന്റെ ആദ്യ വിദ്യാർത്ഥിയുമാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന കലാമണ്ഡലം ദേവകി എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടർ CR രാജഗോപാൽ. ആദിവാസി നാടൻ കലകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ CR രാജഗോപാൽ. ഓക്കെ, അപ്പോൾ ആദിവാസി നാടൻ കലകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ CR രാജഗോപാൽ. ഡോക്ടർ PRG മാത്തൂർ. പ്രശസ്ത നരവംശ ശാസ്ത്ര ഗവേഷകനാണ് ഡോക്ടർ PRG മാത്തൂർ എന്ന് പറയുന്നത്.
പൂർണ്ണനാമം അദ്ദേഹത്തിന്റെ പൊടിക്കുളങ്ങര രാമസ്വാമി ഗോവിന്ദൻകുട്ടി മാത്തൂർ എന്നതാണ് പൂർണ്ണനാമം. പൊടിക്കുളങ്ങര രാമസ്വാമി ഗോവിന്ദൻകുട്ടി മാത്തൂർ. കോരകർ, കാട്ടുനായ്ക്കർ, കുറുമ്പൻ എന്നീ ആദിവാസി വിഭാഗങ്ങളെ പ്രാചീന ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തൂരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ പ്രാചീന ഗോത്ര വിഭാഗങ്ങളായിട്ട് നിലവിൽ എന്ത് ചെയ്തത് തരംതിരിച്ച് അവരെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ദ മാപ്പിള ഫിഷർ ഫോക്ക് ഓഫ് കേരള എന്ന പുസ്തകം വേണമെങ്കിൽ ചോദിക്കാം, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓർത്തു വച്ചോ മക്കളെ, 1 മാർക്ക് അവിടെ വീഴും. ദ മാപ്പിള ഫിഷർ ഫോക്ക് ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ ഡോക്ടർ PRG മാത്തൂരാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ആരാണ് ഡോക്ടർ PRG മാത്തൂർ എന്ന് പറയുന്നത്? പ്രശസ്ത നരവംശ ശാസ്ത്ര ഗവേഷകൻ. പൂർണ്ണനാമമാണ് പൊടിക്കുളങ്ങര രാമസ്വാമി ഗോവിന്ദൻ കുട്ടി മാത്തൂർ എന്ന് പറയുന്നത്. ഓക്കെ, കുമാർ സാഹിനി ചലച്ചിത്ര സംവിധായകനാണ്. കുമാർ സാഹിനി എന്ന് പറയുന്നത് നമുക്കറിയാം. മായാദർപ്പൺ, ഗയാൽ, ഗാഥ, കസ്ബ, 4 അധ്യായ് എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. 1997, 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാനായിരുന്നു ആരെന്ന് പറയുന്നത്? കുമാർ സാഹിനി. 1972 മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് മായാദർപ്പൺ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. ഓർത്തു വെച്ചോ. അപ്പോൾ കുമാർ സാഹിനി ചലച്ചിത്ര സംവിധായകനാണ്. മായാദർപ്പൺ, ഗയാൽ, ഗാഥ, കസബ, 4 അധ്യായൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബിന്ദേശ്വർ പതക് സുലഭ ഇന്റർനാഷണൽ സ്ഥാപകൻ. ഓക്കെ, സുലഭ് ഇന്റർനാഷണൽ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ബിന്ദേശ്വർ പതക്, സുലഭ് ഇന്റർനാഷണൽ സ്ഥാപകൻ. മനുഷ്യാവകാശങ്ങൾ, പരിസ്ഥിതി, ശുചിത്വം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹിക സേവന സംഘടനയാണ് സുലഭ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ ഓർത്തു വച്ചോ, എന്താണ് സുലഭ് ഇന്റർനാഷണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യാവകാശങ്ങൾ, പരിസ്ഥിതി ശുചിത്വം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹിക സേവന സംഘടനയാണ് സുലഭ് ഇന്റർനാഷണൽ. 2016 അക്ഷയ പാത്ര ഫൗണ്ടേഷനും അതേപോലെ തന്നെ സുലഭ് ഇന്റർനാഷണൽ സംയുക്തമായാണ് ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. പത്മഭൂഷൺ, സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2009 എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2016 ന്യൂയോർക്ക് സിറ്റി ഏപ്രിൽ 14 ദിനമായി ആചരിച്ചു. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്നുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് GK ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറയുന്ന MS സ്വാമിനാഥന്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചോദ്യം. എത്ര തവണ LDC എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാൻ പോലും പറ്റത്തില്ല, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, ഇനി പൂർണ്ണനാമം മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. 1961 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ലഭിച്ചു. 1971 രമൺ മഗ്സസെ അവാർഡ്. 1987 വേൾഡ് ഹുഡ് പ്രൈസ് അവാർഡ്, വേൾഡ് ഹുഡ് പ്രൈസ്. അതേപോലെ തന്നെ 2021 കേരള ശാസ്ത്ര പുരസ്കാരം. 1967 പത്മശ്രീ ലഭിച്ചു. 1972 പത്മഭൂഷൺ, 89 പത്മവിഭൂഷൺ ലഭിച്ചു. ഇത്രയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും കൂടുതൽ അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. പൂർണ്ണനാമം മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അദ്ദേഹവും എന്ത് ചെയ്യാണ്? വിയോഗമാണ് നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ബുദ്ധിനി. നമുക്കറിയാം ഒത്തിരിയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ബുദ്ധിനി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത് സാറ ജോസഫിന്റെ നോവൽ എന്ന പേരിലാണ്. കാരണം 2021 ഓടക്കുഴൽ അവാർഡ് കിട്ടിയ നോവൽ ഏതാന്ന് ചോദിച്ചാൽ അത് സാറ ജോസഫിന്റെ ബുദ്ധിനിയാണ്. പക്ഷേ അന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നിരിക്കാം. ചിലപ്പോൾ ഇപ്പൊ ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതായത് അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. കാരണം ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ, ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ വിലക്കപ്പെട്ട സ്ത്രീ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ്
ബുദ്ധിനി എന്ന് പറയുന്നത്. ഓക്കെ, ജാർഖണ്ഡിലെ സാന്താൾ വിഭാഗക്കാരിയായിരുന്നു ബുദ്ധിനി എന്ന് പറയുന്ന യുവതി. പാഞ്ചേത് ഡാം ഉദ്ഘാടന സമയത്താണ് നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചത്. അപ്പോൾ പാഞ്ചേത്ത്, ഓക്കെ, പാഞ്ചേത്ത് എന്ന് പറയുന്ന ഡാമിൻ്റെ ഉദ്ഘാടന സമയത്താണ് ശരിയും ഈ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിൻ്റെ പേരിൽ വിലക്കപ്പെട്ട സ്ത്രീയായി മാറിയത് ആര്? ബുദ്ധിനി എന്ന് പറയുന്നത്. സാന്താൾ വിഭാഗത്തിലാണ് ഈ ഒരു സ്ത്രീ പിറന്നു എന്നുള്ള ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം എന്ത് ചെയ്തു? വിലക്കപ്പെട്ട സ്ത്രീ, അന്ന് വിലക്കപ്പെട്ട സ്ത്രീയായി മാറി. ഓക്കെ, അവളുടെ പേരാണ് ബുദ്ധിനി എന്ന് പറയുന്നത്. ബുദ്ധിനിയുടെ ജീവിതം ആസ്പദമാക്കി സാറാ ജോസഫ് എഴുതിയ കൃതിയാണ് ഏത്? ബുദ്ധിനി എന്ന് പറയുന്നത്. ബുദ്ധിനി എന്ന നോവലിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദിച്ചാൽ 2021 ബുദ്ധിനി എന്ന നോവലിന് എന്ത് ചെയ്തത്? ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നോവലുകൾ കുറേ ഉണ്ട് നമുക്ക് വായിക്കാനായിട്ട്. അതൊക്കെ എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോൾ സർവീസിലൊക്കെ കയറിയിട്ട് ഇതൊക്കെ വായിച്ച് എന്ത് ചെയ്യുക, എല്ലാവരും ആസ്വദിക്കുക. ഓക്കെ, അടുത്തത് കാരക്കുടി മണി. താഴെ പറയുന്നവയിൽ ഏത് കലാരൂപം അല്ലെങ്കിൽ എന്ത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മൃദംഗ വിദ്വാനാണ് കാരക്കുടി മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരക്കുടി മണി എന്താണ്? മൃദംഗ വിദ്വാനാണ്. താളവാദ്യങ്ങളും തന്ത്രിവാദ്യങ്ങളും സമന്വയിപ്പിച്ച് 1986 ശ്രുതിലയ എന്ന പേരിൽ ലയവിന്യാസ കച്ചേരി തുടങ്ങിയ വ്യക്തിയാണ് കാരക്കുടി മണി എന്ന് പറയുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം 1998 ലഭിച്ചു. ഓക്കെ, അടുത്തത് ജംഷർട്ട് ജെ ഇറാനി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെട്ടത് ഏത് പേരിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽമാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ജംഷർട്ട് ജെ ഇറാനി എന്ന് പറയുന്നത്. 2007 പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതേപോലെ ടാറ്റ സ്റ്റീലിൻ്റെ മുൻ MD ആയിരുന്നു ജംഷർട്ട് ജെ ഇറാനി എന്ന് പറയുന്ന വ്യക്തി. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലോണിങ്ങും ഇയാൻ വിൽമുട്ടും അറിയാത്ത PSC ഉദ്യോഗാർത്ഥി ഉണ്ടാവത്തില്ല. കാരണം അത്രത്തോളം സുപരിചിതമാണ് ഇയാൻ വിൽമുട്ട്. 1944 ജൂലൈ 7 ഇംഗ്ലണ്ടിലെ ഹാംപ്ടൺ ലൂയിസിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. 1996 ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ആട്ടിൻകുട്ടിക്ക് ജന്മം നൽകിയ ശാസ്ത്ര സംഘത്തെ നയിച്ച ആ മഹത് വ്യക്തിയാണ് ഇയാൻ വിൽമുട്ട്. ഡോളി, ഇയാൻ വിൽമുട്ട്, ക്ലോണിങ്, ഇതറിയാത്ത ഒരു PSC ഉദ്യോഗാർത്ഥി തന്നെ ഉണ്ടാവില്ല. അത്രത്തോളം നമ്മൾ പഠിച്ചു പോയ ഒരു പോയിന്റ്സ് തന്നെയാണ് GKയിലെ ഇയാൻ വിൽമുട്ട്. ശീതീകരിച്ച സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്നും വിൽമുട്ട് സൃഷ്ടിച്ച പശുക്കിടാവാണ് ഫോസ്റ്റി എന്ന് പറയുന്നത്. ഇയാൽമുട്ടിന് ഗവേഷണ മേഖലയിൽ താല്പര്യമുണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ക്രിസ് പോർഗാണ്. അണ്ഡകോശം ഉപയോഗിക്കാതെ ക്ലോണിങ് നടത്താമെന്ന് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഷിമിയ യമനക, ഓക്കെ, അദ്ദേഹം തെളിയിച്ചതോടുകൂടിയാണ് ഈ മേഖലയോട് വിട പറഞ്ഞത്. അന്തരിച്ചു അദ്ദേഹം 2023 സെപ്റ്റംബർ 10. ആര്? ഇയാൻ വിൽമുട്ട്. ഓക്കെ, ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. 44 ഇംഗ്ലണ്ടിലെ ഹാംപ്ടൺ ലൂസിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ക്ലോണിങ്ങിലൂടെ പിറന്ന ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിക്ക് ജന്മം നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ജോൺ ഗുഡിനഫിനെ കുറിച്ച് നോക്കാം. ജോൺ ഗുഡിനഫ് ആരാണ്? ജോൺ ഗുഡിനഫ് 2023 ജൂൺ 25 അന്തരിച്ച ലിഥിയൻ അയൺ ബാറ്ററിയുടെ സൃഷ്ടാവ്. ഓക്കെ, ഇന്ന് നമുക്കറിയാം മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലുകളിൽ ഉപയോഗിച്ചിരുന്നത് ഏത് ബാറ്ററിയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയാണ് എന്തെന്ന് പറയുന്നത്? ലിഥിയം അയൺ ബാറ്ററി. ഒരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ എത്ര ആണ് അതിൻ്റെ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് PSC ചോദിക്കാറുണ്ട്. അതേപോലെ എത്ര AH ആണ് ബാറ്ററി, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റണം. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ലിഥിയം അയൺ ബാറ്ററി. അതിൻ്റെ സൃഷ്ടാവാണ് ജോൺ ഗുഡിനഫ് എന്ന് പറയുന്നത്. ജോൺ ഗുഡിനഫ്. ഓക്കെ, ഇനി റീചാർജ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിൽ പങ്കാളിയായതിന് നൊബേൽ പ്രൈസ് ലഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ കെമിസ്ട്രിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത് 2019 അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ വിറ്റ്നസ് ടു ഗ്രേസ്. 2008 ഈ ആത്മകഥ പബ്ലിഷ് ചെയ്തത്. വിറ്റ്നസ് ടു ഗ്രേറ്റ് എന്ന് പറയുന്നത് ആരുടെയാണെന്നുള്ളത് ചിലപ്പോൾ PSCക്ക് ഈ പറയുന്ന വിറ്റ്നസ് ടു ഗ്രേസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ആരുടെ ആത്മകഥയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ജോൺ ഗുഡിനഫ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്തായിരുന്നു? ലിഥിയം അയൺ ബാറ്ററി. അദ്ദേഹത്തിന് എന്നാണ് ലിഥിയം അയൺ ബാറ്ററി കണ്ടുപിടിച്ചതിന്റെ പേരിൽ കെമിസ്ട്രിക്ക് എന്ത് കിട്ടിയത്?
നോബൽ പ്രൈസ് കിട്ടിയത് 2019 ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. അടുത്താണ് സിൽവിയോ ബെർലുസ്കോണി. ആരാണ് സിൽവിയോ ബെർലുസ്കോണി? മക്കളെ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ പറയുന്ന പുരസ്കാരങ്ങളും അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഒക്കെ ഇങ്ങനെയായി പോയി. അത് ഇറ്റലിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് സിൽവിയോ ബെർലുസ്കോണി. ഓക്കെ, സിൽവിയോ ബെർലുസ്കോണിയാണ് ഇറ്റലിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രി എന്ന നേട്ടത്തിന്റെ ഉടമ എന്ന് പറയുന്നത്. 4 തവണ 9 വർഷമാണ് ഇദ്ദേഹം ഭരിച്ചത്. പ്രശസ്ത ഫുട്ബോൾ ക്ലബായിട്ടുള്ള ഏതാണ്? എസ് മിലാന്റെ മുൻ ഉടമയാണ്. ഓക്കെ, അപ്പോൾ പ്രശസ്ത ഫുട്ബോൾ ക്ലബായിട്ടുള്ള എസ് മിലാന്റെ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിന്റെ ഉടമ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് സിൽവിയോ ബെർലുസ്കോണിയാണ്. സിൽവിയോ ബെർലുസ്കോണി. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ആരാണ്? വിക്ടോറിയ അമലിന എന്ന് പറയാറുണ്ട്, അതേപോലെ തന്നെ എമലിന എന്നും പറയാറുണ്ട്. ഏതായാലും ശരിയാണ്, നമുക്ക് ഉത്തരത്തിലേക്ക് പോയാൽ മതി. റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉക്രൈൻ സാഹിത്യകാരിയാണ് വിക്ടോറിയ അമലിന. റഷ്യക്കാർ കൊലപ്പെടുത്തിയ ഉക്രൈൻ എഴുത്തുകാരൻ വോലോഡെമർ വഗുലോങ്കിയുടെ ഡയറി കണ്ടെത്തിയ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ റഷ്യക്കാർ കൊലപ്പെടുത്തിയ ഉക്രൈൻ എഴുത്തുകാരനായിട്ടുള്ള വൊലോഡൈമർ വലുഗോയുടെ ഡയറി കണ്ടെത്തിയ വ്യക്തി. യൂറോപ്യൻ യൂണിയൻ പുരസ്കാരം നേടിയ കൃതിയാണ്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. യൂറോപ്യൻ യൂണിയൻ എന്താണ് പുരസ്കാരം നേടിയ കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡോംസ് ഡ്രീം കിങ്ഡം. ഓക്കെ, ഡോംസ് ഡ്രീം കിങ്ഡം 2017 ഇനി എന്താണ് അമലിനയുടെ ആദ്യ കൃതി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ സിൻഡ്രോം ആണ് ആദ്യത്തെ കൃതി എന്ന് പറയുന്നത്. നവംബർ സിൻഡ്രോം. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, നവംബർ സിൻഡ്രോം താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് വിക്ടോറിയ എമലിന. ഓക്കെ, അടുത്തത് യവഗിനി പ്രിഗോഷിൻ. യവ്ഗിനി പ്രിഗോഷിൻ എന്ന് പറയുന്നത് എന്താണ്? റഷ്യയിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട പ്രിഗോഷിൻ മേധാവിയുടെ കൂലിപ്പട്ടാളമാണ് വാഗ്നർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. റഷ്യയിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട എന്താണ് പ്രിഗോഷിൻ മേധാവിയുടെ കൂലിപ്പട്ടാളം അറിയപ്പെടുന്നതാണ് വാഗ്നർ ഗ്രൂപ്പ്. ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധസൈനിക സംഘമാണ് ഈ വാഗ്നർ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ. ഇമ്പോർട്ടന്റ് ആണ്, റഷ്യയുടെയാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത ആളാണ് ആര്? ഡിക്ക് ഫോസ്ബെറി. ആരാ ഡിക്ക് ഫോസ്ബെറി എന്ന് പറയുന്നത്? 2023 മാർച്ചിൽ അന്തരിച്ച അമേരിക്കൻ ഹൈജമ്പ് ഇതിഹാസമാണ് ഡിക്ക് ഫോസ്ബെറി എന്ന് പറയുന്നത്. അപ്പോൾ 2023 മാർച്ചിൽ അന്തരിച്ച അമേരിക്കൻ ഹൈജമ്പ് ഇതിഹാസ താരം ആരാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ആര്? ഡിക്ക് ഫോസ്ബെറി. ഹൈജമ്പില് ഫോസ്ബെറി ഫ്ലോപ്പ് എന്ന ശൈലി കൊണ്ടുവന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ ഹൈജമ്പില് എന്ത് പരിപാടിയാണ് കൊണ്ടുവന്നത്? ഹൈജമ്പില് ഫോസ്ബെറി ഫ്ലോപ്പ് എന്ന ശൈലി കൊണ്ടുവന്ന വ്യക്തി 1968 എന്താണ് മെക്സിക്കോ ഒളിമ്പിക്സിൽ സ്വർണം നേടി. 1968 മെക്സിക്കോ ഒളിമ്പിക്സിൽ സ്വർണം നേടി. ഫോസ്ബെറി ഫ്ലോപ്പ് എന്ന കായിക ഇനം അത്ലറ്റിക്സിലെ ഹൈജമ്പ് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 അന്തരിച്ച മരിയോ സാഗലോ ഏത് രാജ്യത്തെ ഫുട്ബോളർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ബ്രസീൽ ഫുട്ബോളർ ആയിരുന്നു. ആരെന്ന് പറയുന്നത് മരിയ സാഗലോ എന്ന് പറയുന്നത്. മരിയ സാഗലോ ബ്രസീൽ ഫുട്ബോളർ. ഓർത്തു വച്ചോ, ഒരു മാർക്കാണ് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അടുത്തത് മിലൻ കുന്ദേര. ആരാണ് മിലൻ കുന്ദേര എന്ന് പറയുന്നത്? നമുക്കറിയാം 1975 ഫ്രാൻസിലേക്ക് കുടിയേറിയ ചെക്ക് റിപ്പബ്ലിക്കൻ എഴുത്തുകാരനാണ് മിലൻ കുന്ദേര എന്ന് പറയുന്നത്. ഓക്കെ, 1975 ഫ്രാൻസിലേക്ക് കുടിയേറിയ ചെക്ക് റിപ്പബ്ലിക്കൻ എഴുത്തുകാരനാണ് മിലൻ കുന്ദേര. ആദ്യ നോവലാണ് ജോക്ക് എന്ന് പറയുന്നത്. ആദ്യ നോവല് 1967 ഈ ജോക്ക് എന്ന് പറയുന്ന നോവല് പബ്ലിഷ് ചെയ്തത്. പ്രധാനപ്പെട്ട കൃതികളാണ് അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ് സ്ലോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ് സ്ലോനെസ്. ഓക്കെ, സ്ലോനെസ് എന്നാണ്. അപ്പോൾ
എന്താണ് പ്രധാനപ്പെട്ട കൃതികളാണ് അൺബയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ്സ് നോനസ്. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട കൃതി. അവസാനത്തെ നോവലാണ് ദ ഫെസ്റ്റിവൽ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ്. ഓക്കെ, ദ ഫെസ്റ്റിവൽ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിലൻ കുന്ദേരയുടെ കൃതിയാണ്. ദ ഫെസ്റ്റിവൽ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് മിലൻ കുന്ദേരയുടെ കൃതിയാണ്. ഓർത്തു വച്ചോ, 1 മാർക്കാണ്. അടുത്തത് ഡോക്ടർ സഫറുള്ള ചൗധരി. ഓക്കെ, സഫറുള്ള ചൗധരി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ സഫറുള്ള ചൗധരി എന്നറിയപ്പെടുന്ന ആള് 2023 ഏപ്രിൽ അന്തരിച്ച ബംഗ്ലാദേശ് പൊതുജന ആരോഗ്യ വിദഗ്ധനാണ് ഡോക്ടർ സഫറുള്ള ചൗധരി എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ 2023 ഏപ്രിലിൽ അന്തരിച്ച ബംഗ്ലാദേശ് പൊതുജന ആരോഗ്യ വിദഗ്ധൻ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ സഫറുള്ള ചൗധരി എന്ന് പറയുന്നത്. അതായത് സൂര്യസെന്നിന്റെ മകൻ ഹുമയൂൺ മോർഷക് ചൗധരിയുടെ മകനായി 1941 ഡിസംബർ 27 ജനനം. ജനിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിറ്റഗോങ്ങിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ മകനായിരുന്നു? സൂര്യസെന്നിന്റെ മകനായിട്ടുള്ള ഹുമയോൺ മോർഷക് ചൗധരിയുടെ മകനായിട്ട് 1941 ഡിസംബർ 27 ചിറ്റഗോങ്ങിൽ അദ്ദേഹം ജനിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഗറില്ല യുദ്ധ പോരാളിയാണ്. ഡോക്ടർ സഫറുള്ള ചൗധരിക്ക് മാക്സസ് പുരസ്കാരം ലഭിച്ചത് 1984. ഡോക്ടർ സഫറുള്ള ചൗധരി റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം 1992. അപ്പോൾ ഡോക്ടർ സഫറുള്ള ചൗധരിക്ക് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം എന്നാ ചോദിച്ചാൽ 1992. മക്കളെ ഓർമ്മ വേണം, ഡോക്ടർ സഫറുള്ള ചൗധരിക്ക് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം 1992. അടുത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പർവേസ് മുഷറഫ്. പർവേസ് മുഷറഫ് എന്നാണോ, ഇത് മാറിപ്പോയതാണ്. പർവേസ് മുഷറഫ്. അപ്പോൾ കാർഗിൽ യുദ്ധ സമയത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പർവേസ് മുഷറഫ് ആണ്. കാർഗിൽ യുദ്ധ സമയത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആണ് പർവേസ് മുഷറഫ്. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും പട്ടാള മേധാവിയുമായിരുന്ന വ്യക്തിയാണ് ആര്? പർവേസ് മുഷറഫ്. പാകിസ്ഥാന്റെ 10ാമത്തെ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ എന്താണ് നിലവിൽ നമുക്കറിയാം ഇൻ ദ ലൈൻ ഓഫ് ഫയർ എ മെമ്മയർ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അത് പർവേസ് മുഷറഫ് ആണ്. അപ്പോൾ ഇൻ ദ ലൈഫ് ഓഫ് ഫയർ എ മെമ്മയർ എഴുതിയത് പർവേസ് മുഷറഫ് ആണ്. അടുത്തത് ജോസ്ഫൈൻ ചാപ്ലിൻ. അമേരിക്കൻ ചലച്ചിത്ര നടിയാണ് ആരെന്ന് പറയുന്നത്? ജോസ്ഫൈൻ ചാപ്ലിൻ എന്ന് പറയുന്നത് ചാർലി ചാപ്ലിന്റെ മകളാണ് ഈ പറയുന്ന ജോസ്ഫൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്യു പെരി പ്രശസ്ത അമേരിക്കൻ അഭിനേതാവ്. മാത്യു പെരി പ്രശസ്ത അമേരിക്കൻ അഭിനയ ജേതാവാണ്. ഫ്രണ്ട്സ് എന്ന അമേരിക്കൻ ജനപ്രിയ പരമ്പരയിലെ ചാൻഡിലർ ബിങ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതാണ് മാത്യു പെരി. പ്രധാന പരമ്പരകളാണ് കരോലിൻ ഇൻ ദ സിറ്റി എ വെസ്റ്റിംഗ് വിങ്. പ്രധാന സിനിമകളാണ് ദ കിഡ് സെർവിങ് സാറ, ഷീ ഈസ് ഔട്ട് ഓഫ് ദ കൺട്രോൾ എന്ന് പറയുന്നതും ആരുടെയാണെന്ന് ചോദിച്ചാൽ മാത്യു പെരി എന്ന് പറയുന്ന അമേരിക്കൻ അഭിനേതാവിൻ്റെയാണ്. വേണമെങ്കിൽ ഓർത്തു വെച്ചോ, ഷീ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതും ആരുടെ ആകൃതിയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മാത്യു പെരിയുടെയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാന്നുള്ളത്. അതായത് ടൈറ്റാൻ അന്തർവാഹിനി പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ അന്തരിച്ചവർ. നമുക്കറിയാം 5 പേരാണ് ടൈറ്റാൻ അന്തർവാഹിനി പൊട്ടിത്തെറിച്ചപ്പോൾ മരിച്ചത്. ഓഷ്യൻ ഗേറ്റ് വേ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പറയുന്ന ടൈറ്റാൻ എന്ന് പറയുന്ന അന്തർവാഹിനി നിർമ്മിച്ചതും. അതിൻ്റെ എന്താണ് ഒരു സഞ്ചാരമായിരുന്നു എന്ത് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇങ്ങോട്ടേക്ക് യാത്ര ആരംഭിച്ചത്. പക്ഷെ തിരിച്ചു വരാനായിട്ട് പറ്റിയില്ല. എന്ത് ചെയ്യാണ്? പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. ഓക്കെ, ഇൻക്ലൂഷൻ എന്നാണ് പറയുന്നത്. അകത്തേക്കാണ് എന്ത് ചെയ്തത്? പൊട്ടിത്തെറിച്ച് അവർ മരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരുപയോഗിച്ച വാഹനമാണ് ഈ ചിത്രത്തിൽ കാണുന്ന വാഹനം എന്ന് പറയുന്നത്. ഓഷ്യൻ ഗേറ്റ് സിഇഒ സ്റ്റോക്ടൺ റഷ്, അതേപോലെ തന്നെ ഹാമിഷ് ഹാർഡിങ്, അതേപോലെ പോൾ ഹെൻറി നാർജൊലറ്റ്, അതേപോലെ ഷഹ്സാദ ദാവൂദ്, സുലൈമാൻ ദാവൂദ്. ഇത്രയും 5 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരെണ്ണത്തിനെ പോലും തിരിച്ചു കിട്ടിയില്ല. 5 പേരും എന്ത് ചെയ്യാണ്? പൊട്ടിത്തെറിച്ച് എവിടെ സമുദ്രത്തിൽ തന്നെ എന്ത് ചെയ്യാണ്?
അതിൻ്റെ അകത്ത് ലയിച്ചു തീരുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ ഭയങ്കര ദാരുണമായ ഒരു അന്ത്യമായിരുന്നു ആ ഒരു വാർത്ത. നമുക്കറിയാം അത്രത്തോളം എന്താണ് പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഇവരുടെ ആ ഒരു സഞ്ചാരം. പക്ഷേ തിരിച്ചു വരാനായിട്ട് അവർക്ക് പറ്റിയില്ല. പെട്ടെന്ന് മാതൃപേടകത്തിൽ നിന്നുമുള്ള മെസ്സേജുകൾ നിൽക്കുകയാണ്. അതേപോലെ കണക്ഷനും അതേപോലെ തന്നെ ഡിസ്കണക്റ്റ് ആവുകയാണ്. പിന്നെ 3 4 ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഇവർ ഈ ഒരു സിറ്റുവേഷനിലാണെന്നുള്ളത്. ഓക്കെ, പിന്നെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. പിന്നീടുള്ള നിഗമനമായിരുന്നു ഇൻക്ലൂഷൻ, അതായത് അകത്തേക്ക് ഉൾവലിഞ്ഞാണ് അവരെന്ത് ചെയ്തത്, പൊട്ടിത്തെറിച്ച് ഹൈ പ്രഷറിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ്, വിയോഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. 1 മാർക്ക് നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ പുറകിലുള്ള റിലേറ്റഡ് ഫാക്റ്റ് കൂടി പഠിച്ചതിന് ശേഷം പഠിച്ചു പോവുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടാവത്തുള്ളൂ. വെറുതെ ചോദ്യവും ഉത്തരവും മാത്രമായിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ വെച്ച് നമുക്ക് കൺഫ്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിച്ചേക്കുക. അതേപോലെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്തേക്കുക, ഒന്ന് ജോയിൻ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ.